ഇറാൻ ബന്ധത്തിൽ നിർണായക വഴിത്തിരിവ്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള താൽക്കാലിക സമാധാന കരാർ അന്തിമ ഘട്ടത്തിലായതായി തന്നെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ തന്നെ സംയുക്ത പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്നതാണ് പുറത്തുവരുന്ന വിവരം. ആഴ്ചകളായി തന്നെ രഹസ്യമായി നടന്നുവരുന്ന ചർച്ചകൾക്കൊടുവിലാണ് ധാരണയിലായതായെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും ചർച്ചാ പ്രതിനിധി സമാധാന ചർച്ചകളിൽ പുരോഗതി കൈവരിച്ചതായി തന്നെ ഇവിടെ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നതാണ് സൂചന. 3 മാസത്തിലേറെയായി തന്നെ നീണ്ടുനിന്ന സംഘർഷാവസ്ഥ അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ചർച്ചകൾ നടന്നത്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതിയും സാമ്പത്തിക അനിശ്ചിതത്വവും ശക്തമായ സാഹചര്യത്തിൽ കൂടിയാണ് സമാധാന നീക്കങ്ങൾ വേഗത്തിലാക്കിയിരിക്കുന്നതും. സമാധാന ചർച്ചകളിൽ മധ്യസ്ഥ വഹിക്കുന്നതിനായി തന്നെ അസീം മുനീർ ഇറാനിലെത്തി ഉന്നത നേതൃത്വവുമായി തന്നെ കൂടിക്കാഴ്ച നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അസീം മുനീർ ഏകദേശം 2ാം തവണയാണ് ഇപ്പോൾ ടെഹ്റാനിലേക്ക് എത്തുന്നത്. ചർച്ചകളിൽ പാകിസ്ഥാൻ നിർണായക ഇടപെടൽ നടത്തിയതായും അന്താരാഷ്ട്ര വൃത്തങ്ങൾ വിലയിരുത്തുന്നുണ്ട്. അമേരിക്ക, ഇറാൻ, പാകിസ്ഥാൻ പ്രതിനിധികൾ സമാധാന ചർച്ചകൾ സൗഹൃദപരവും നിർണായക പുരോഗതി ഉള്ളതുമായിരിക്കും എന്നതാണ് ഇവിടെ പ്രതികരിച്ചതായി തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ കരാറിന്റെ നിബന്ധനകൾ ഇതുവരെ ഔദ്യോഗികമായി പുറത്തുവിട്ടിട്ടില്ല. ആണവ പരിപാടി, അതേപോലെ തന്നെ ഉപരോധങ്ങൾ, മേഖലയിലെ സുരക്ഷ, സൈനിക സാന്നിധ്യം തുടങ്ങിയ വിഷയങ്ങളിലാണ് പ്രധാന ധാരണയായിരിക്കുന്നത് എന്നതാണ് സൂചന. കരാർ വലിയ രീതിയിൽ ഇത് യാഥാർത്ഥ്യമായാൽ പശ്ചിമേഷ്യയിലെ രാഷ്ട്രീയ സുരക്ഷാ സാഹചര്യം വലിയ മാറ്റങ്ങൾ വഴിയൊരുക്കുമെന്ന് തന്നെ ഇവിടെ പ്രത്യാശ പ്രകടിപ്പിക്കുകയാണ്. അടുത്ത 24 മണിക്കൂറിനുള്ളിൽ അമേരിക്ക, ഇറാനിയൻ നേതാക്കളുടെ സംയുക്ത പ്രഖ്യാപനം ഉണ്ടായേക്കുമെന്ന പ്രതീക്ഷയിലാണ് ലോകം. അന്താരാഷ്ട്ര സമൂഹവും സംഭവ വികാസങ്ങൾ അതീവ ശ്രദ്ധയോടുകൂടി തന്നെയാണ് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ സമാധാന നീക്കം സംഘർഷാവസ്ഥയ്ക്ക് വലിയൊരു താൽക്കാലിക ശമനമാണ് നൽകുന്നത്. ഇരു രാജ്യങ്ങളിലെയും ഉന്നതതല പ്രതിനിധികൾ പങ്കെടുക്കുന്ന യോഗത്തിലാണ് നിർണായക പുരോഗതി ഉണ്ടായിരിക്കുന്നത്. പാകിസ്ഥാനും ഖത്തറും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളും ചർച്ചകളിൽ നിർണായക പങ്കുവച്ചു. ചർച്ചയിൽ പങ്കെടുത്ത ഇരു വിഭാഗങ്ങളിലുമുള്ള ഉദ്യോഗസ്ഥർ കരാർ അംഗീകരിച്ചതായും റിപ്പോർട്ടുണ്ട്. ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഹർ ഖലീബാഫ് ആകട്ടെ കരാറിന്റെ നിയമപരമായ ഘടനകൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അമേരിക്കൻ ഭാഗത്ത് വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രതിനിധി ജെറേഡ് കുഷ്നർ എന്നിവരാണ് അവസാനഘട്ട ചർച്ചകൾക്ക് ഇവിടെ നേതൃത്വം നൽകുന്നത്. അതേസമയം ഇതിന് പിന്നാലെ ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് ഇത് സംബന്ധിച്ചുള്ള വിശദീകരണം നൽകിയിട്ടുണ്ട്. സൗദി, UAE, ഖത്തർ, ഈജിപ്ത്, തുർക്കി, അതേപോലെ ജോർദാൻ, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ തലവന്മാരുമായും പാകിസ്ഥാൻ ഫീൽഡ് മാർഷൽ അസീം മുനീറുമായും ഫോണിലൂടെ സംഭാഷണം നടത്തിയതായാണ് ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ഇറാനുമായുള്ള സമാധാനത്തെക്കുറിച്ചുള്ള ധാരണാപത്രവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും സംഭാഷണത്തിൽ ചർച്ചയായിട്ടുണ്ട്. ഇറാനും US മറ്റു രാജ്യങ്ങളും എല്ലാവരും ഉൾപ്പെടുന്ന കരാർ സംബന്ധിച്ച് ഏറെക്കുറെ ചർച്ചകൾ പൂർത്തിയായതായും അവസാനഘട്ട ചർച്ചകൾ പൂർത്തിയാക്കിയാൽ തന്നെ മാത്രമേ ഇത് ഔദ്യോഗികമാകൂ എന്നും ഇതിനു പുറമെ തന്നെ ഞാൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രി ബിബി നെതന്യാഹുവുമായി തന്നെ സംസാരിക്കുകയും ചെയ്തുവെന്നും അതുവരെ നന്നായി നടന്നുവെന്നും കരാറിന്റെ അവസാന ഘട്ടങ്ങളും അതിന്റെ വിശദാംശങ്ങളും നിലവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും ഉടൻ പ്രഖ്യാപനം ഉണ്ടാകും എന്നതാണ് ഇവിടെ ഈ ഒരു ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവെച്ച കുറിപ്പിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒപ്പം തന്നെ കരാറിലെ പല ഘടനകളും കൂടാതെ തന്നെ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കും എന്നതാണ് ഇപ്പോൾ ട്രംപ് അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.